എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ +1 പൊളിറ്റിക്കൽ സയൻസിൽ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റൈറ്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ എനിക്ക് പറയുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ ഒക്കെ മേടിക്കുകയും 100 മേടിച്ച് സ്കോർ ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് നന്നായിട്ട് പറയുന്ന പോയിന്റുകൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പം വാട്ട് ആർ ദ റൈറ്റ് എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പം നമുക്ക് റൈറ്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ അവകാശങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എത്ര തരം അവകാശങ്ങളാണ് ഓരോ മനുഷ്യർക്കും നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ മനുഷ്യരെന്നല്ല ഒരു ഭരണഘടനയിൽ മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് അവകാശങ്ങൾ പ്രൊവൈഡ് ചെയ്ത് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ വാട്ട് ആർ ദി റൈറ്റ് എന്നതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവകാശം? ഇനി പോയിന്റ് നോക്കിയോ. റൈറ്റ് ആർ ദ ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദി ഇന്നർ ഡെവലപ്മെന്റ് ഓഫ് ദി സിറ്റിസൺസ്. അപ്പം നമുക്ക് എന്താണ് ഇത് മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കുന്നതിനും വ്യക്തികളുടെ വികസനത്തിനും ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെയാണ് നമ്മൾ അവകാശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം നല്ല രീതിയിൽ നയിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടെങ്കിലേ തീരൂ? അവകാശമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പൊ റൈറ്റ് ആർ ദി ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദി ഇന്നർ ഡെവലപ്മെന്റ് ഓഫ് ദി സിറ്റിസൺസ്. അവിടെ നമുക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കുന്നതിനും വ്യക്തി വികസനത്തിനും ആവശ്യമായിട്ടുള്ള സാഹചര്യത്തെയാണ് നമ്മൾ അവകാശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. They are necessary for the development of their personalities. അതുവഴി അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ കിട്ടുന്ന വഴി നമ്മുടെ വ്യക്തിത്വത്തെ ഒരുപാടും വളർത്താൻ സാധിക്കുന്നു. റൈറ്റ് ആർ ദ എസെൻഷ്യൽ for the citizen to lead a better and dignified life. അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ മാന്യമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ പൗരന്മാർക്ക് അവസരം നൽകുന്നു. ഇപ്പം നമുക്ക് വ്യക്തികൾക്ക് അവകാശം ഒന്നുമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ കാര്യം മൊത്തത്തിൽ എന്ത് ചെയ്യും? കുഴഞ്ഞു മറിയുന്ന ഒരു പരുവത്തിലേക്ക് എത്തും. അപ്പോൾ എല്ലാവർക്കും അവകാശങ്ങൾ തുല്യമായിട്ട് നൽകി കഴിഞ്ഞാൽ നമുക്ക് ആ അവകാശം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടം തൊട്ട് ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്കുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉണ്ടായത് കൊണ്ടാണ് ഒരു വ്യക്തികൾ എന്ത് ചെയ്യുന്നില്ല? ചൂഷണം ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അവകാശമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാന്യമായിട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള എല്ലാ അവകാശങ്ങളെയും പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. They give them the opportunities or facilities to achieve their physical, mental and moral development. വ്യക്തിയുടെ ശാരീരികമായാലും മാനസികമായാലും ധാർമ്മികമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. എന്തുകൊണ്ട്? അവകാശം കൊണ്ട് പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. The right should have the sanction of the society and the state. അവകാശങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പൊ അവകാശങ്ങൾ എന്ന് പറയുന്നത് സമൂഹമുണ്ട്, രാഷ്ട്രമുണ്ട്, ഇതിന്റെ എല്ലാം തന്നെയും ഒന്നാണ് അവകാശം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് സെവറൽ റൈറ്റ് ടു ഇറ്റ്സ് സിറ്റിസൺ. ഭരണഘടന അനേകം പൗരന്മാർക്കും എന്ത് ചെയ്യുന്നു? അവകാശങ്ങൾ ഉറപ്പു നൽകുകയാണ് ചെയ്യുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ അവിടെ ഭരണഘടന എന്താണ് ചെയ്യുന്നത്? അല്ലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദ ഗ്യാരണ്ടി സെവറൽ റൈറ്റ് ടു ദി സിറ്റിസൺ. ഒരുപാട് അവകാശങ്ങൾ പൗരന്മാർക്ക് എന്ത് ചെയ്യുന്നു? നൽകുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
റൈറ്റിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനത്തുള്ള പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത അതിനകത്തുള്ളൊരു ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റ്, അവകാശങ്ങളുടെ പ്രാധാന്യം എന്നാൽ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റ്. In 1982, the government entrust the construction work in the connection with the Asian Games with the few contractors. Thus, the contractor hired a large number of the poor construction workers from the different parts of the country to build the flyovers and the stadiums. Thus, the workers from the different parts of the country to build the flyover and stadium. Thus, the workers were given less than the minimum wages. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് 1982 ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട് മേൽപ്പാതകളും സ്റ്റേഡിയങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കരാർ ഏർപ്പെടുത്തുകയും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരായിരുന്നു അവർ നിർമ്മാണ തൊഴിലാളികളായിട്ട് എന്ത് ചെയ്തു, ജോലികൾ ചെയ്തു. ദാരിദ്ര്യത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷെ ഈ ജോലിയൊക്കെ പിന്നീട് അത് നിർത്തിവെക്കിട്ട് അവരെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അവർക്ക് മിനിമം കൂലി പോലും ഈ തൊഴിലാളികൾക്ക് നൽകിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഏറ്റവും കഠിനമായ ജോലികൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ ചൂഷണത്തെ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പരാതി നൽകുകയും മിനിമം കൂലി പോലും കൊടുക്കാതെ അവരെ എന്ത് ചെയ്തു, പണിയെടുപ്പിക്കുന്നവർക്കും ചൂഷണത്തിനെതിരെയുള്ള മൗലിക അവകാശ ലംഘനം എന്ന പേരിലാണ് അവര് വാദിച്ചത്. കോടതി ഈ വാദം അംഗീകരിക്കുകയും അവർക്ക് മിനിമം കൂലി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു എന്താണ് നമുക്ക് നടന്ന സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണത്തിനെതിരെയുള്ള ഒരു അവകാശത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒരു കഥ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രമാണ്. നമുക്കിനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റിനകത്ത് the right provide the opportunities for individual to develop their physical, mental, moral കപ്പാസിറ്റീസ്. വ്യക്തിയുടെ ശാരീരികമായാലും മാനസികമായാലും ധാർമ്മികമായിട്ടുള്ള കഴിവുകളും അവസരങ്ങളും നൽകുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളും നൽകുന്ന ഒന്നാണ് നമുക്ക് അവകാശം എന്ന പേരിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. A person has right if they want to express their ideas fully. ഒരു വ്യക്തിക്ക് തന്റെ ആശയങ്ങൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കണമെങ്കിൽ അവകാശങ്ങൾ കൂടിയേ തീരത്തുള്ളൂ. A person has the right if they want to express their ideas fully. ഒരു വ്യക്തിക്ക് തന്റെ ആശയങ്ങൾ പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. A person is right if he is to be the loyal to the country. ഇപ്പൊ ഒരു വ്യക്തിക്ക് രാജ്യത്തോട് ഏറ്റവും കൂടുതൽ കൂറ് പുലർത്തണമെന്നുണ്ടെങ്കിൽ അവകാശങ്ങൾ ആവശ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The people need right to engage the society without fear. ജനങ്ങൾക്ക് ഭയം കൂടാതെ സമൂഹത്തിൽ ഇടപെടുവാനും അവകാശങ്ങൾ ആവശ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. Right are also essential to fight against the denial of justice. നീതി നിഷേധിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ പോരാടാനുള്ള അവകാശങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നു, അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇനി അടുത്ത ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽ ഓഫ് റൈറ്റ്. ബിൽ ഓഫ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കും, ചെറിയ 3 മാർക്കിനൊക്കെ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യനുകളൊക്കെ എന്താണ് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കാം. നമ്മൾ വലിയ വലിയ ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ലാസ്റ്റ് വന്നിട്ട് അവർ ചോദിക്കുന്ന വെറും എന്താണ്, ചിലപ്പോൾ ഇതൊക്കെ അറിയാമോ എന്ന് നമ്മൾ പരീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ബിൽ ഓഫ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നത് നല്ലതാണ്. എ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശ പത്രിക എന്നുള്ളതാണ്. എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഷുഡ് എൻഷുർ ദാറ്റ് ദി ഇൻഡിവിജ്വൽ have the certain right and the government should recognize the protect thus the right. പൗരന്മാരുടെ അവകാശങ്ങളെ ഗവൺമെന്റ് അംഗീകരിക്കണമെന്ന് ജനാധിപത്യ വ്യവസ്ഥ ഉറപ്പു നൽകുകയാണ് ചെയ്യുന്നത്. Therefore, the most democratic countries, the right of the citizens are listed in the constitution itself.
ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പൗരന്മാരുടെ അവകാശങ്ങൾ ഒരു പട്ടികയായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Such a list of the right mentioned and protected by the Constitution is called a Bill of Rights. അങ്ങനെ ഭരണഘടന സൂചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു അവകാശ പട്ടികയെ നമ്മൾ അവകാശ പത്രിക എന്നാണ് പറയുന്നത്. അപ്പം ജനങ്ങളുടെ അവകാശങ്ങളെ ഒരു ലിസ്റ്റായിട്ട് എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരിക്കുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബിൽ ഓഫ് റൈറ്റ് അല്ലെങ്കിൽ അവകാശ പത്രിക എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. The Bill of Rights prevent the government from acting against the right of the people. ഒരു അവകാശ പത്രിക വ്യക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്നും ഗവൺമെന്റ് വിലക്കുകയാണ് ചെയ്യുന്നത്. അവകാശ പത്രികയിൽ എന്തെങ്കിലും വ്യക്തികൾക്ക് എതിരെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റിനെയൊക്കെ വിലക്കുകയാണ് അവര് ചെയ്യുന്നത്. ഇറ്റ് ആൾസോ എൻഷുർ റെമഡി ഇഫ് ദ റൈറ്റ് ആർ വയലേറ്റഡ്. വ്യക്തികളുടെ അവകാശങ്ങൾ ലംഘിക്കുമ്പോൾ അതിനുള്ള പരിഹാരം എല്ലാ കാര്യങ്ങളും കണ്ടെത്തുന്നത് അവകാശ പത്രിക ഉറപ്പു നൽകുകയാണ് ചെയ്യുന്നത്. In such a case, an individual should get the protection of government. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ബാധ്യത ഗവൺമെന്റിനുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The organs of the government, നമ്മുടെ ഗവൺമെന്റ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. In the course of their functioning may violate the right of the people. ഗവൺമെന്റിന്റെ ഘടകങ്ങളായിട്ടുള്ള നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ ജുഡീഷ്യറി, ബ്യൂറോക്രസി തുടങ്ങിയ വ്യക്തികളുടെ അവകാശങ്ങളെ എന്തെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നേരിടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവിൽ നിന്നും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടൊന്നും മാറി നിൽക്കുന്ന ഒന്നാണ് ജുഡീഷ്യറി. ജുഡീഷ്യറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം, സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു. സുപ്രമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. In such a case, the constitution is the gives the protection to the right of the people. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഭരണഘടന ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മാർക്കൊക്കെ സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക്